എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗത്തിലെ 18ഉം 19ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാഹ്മണരുടെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് ശ്രീകൃഷ്ണൻ അച്ഛനോട് നന്ദഗോപരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ദ്രനെ അല്ല പൂജിക്കേണ്ടത്, ബ്രാഹ്മണരെയാണ് പൂജിക്കേണ്ടത് എന്നാണ് വിവക്ഷ. നമുക്ക് 18ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് ഒരു ബ്രാഹ്മണന്റെ ഗുണങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി എടുത്തു പറയണത് എന്നുള്ളത് കാണാം. ആദ്യ ശ്ലോകം ചൊല്ലാം. വിപക്ഷേഷ്വപി ദേവേഷു സഹസ്രനയനാദിഷു ത്രിശങ്കുമനയത് സ്വർഗം ചണ്ഡാലം കുശികാത്മജ. ആദ്യം പദച്ഛേദം പറയാം. വിപക്ഷേഷു അപി ദേവേഷു സഹസ്രനയനാദിഷു ത്രിശങ്കും അനയത് സ്വർഗം ചണ്ഡാലം കുശികാത്മജ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു കഥ തന്നെയാണിത്. സ്വർഗത്തിൽ പോയ നഹുഷൻ അഗസ്ത്യനെ പുച്ഛിച്ചിട്ട് അഗസ്ത്യനെ നിന്ദിച്ചതുകൊണ്ട് ഒരു പാമ്പായി തീർന്നു, അഗസ്ത്യനെ ചവിട്ടിയെന്നും അങ്ങനെ ആ ചവിട്ട് കിട്ടിയ ഉടനെ തന്നെ അഗസ്ത്യൻ ശപിച്ചു. അതോടുകൂടിയിട്ട് നഹുഷൻ പാമ്പായി തീർന്നു എന്നുള്ള കഥ അത് ബ്രാഹ്മണനെ നിന്ദിച്ചത് കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. കാരണമില്ലാതെ നിന്ദിക്കണത്. അതുപോലെ തന്നെ മറ്റൊരു കഥയാണ് ഇവിടെ പറയണത്. 2 വരിയേ ഉള്ളൂ എങ്കിലും ഇതിൽ ഒരു കഥ രാമായണത്തിൽ പറയുന്നതായിട്ടുള്ള ഒരു കഥയാണ്. രാമായണ ചമ്പുവിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളൊരു കഥാഭാഗം ചുരുക്കി പറയാണ് ഇവിടെ ചെയ്യണത്. സഹസ്രനയനാദിഷു ദേവേഷു വിപക്ഷേഷു അപി. സഹസ്രനയനൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. 1000 കണ്ണ്, ശരീരത്തിൽ മുഴുവനും കണ്ണുകളുണ്ട് അത്ര അദ്ദേഹത്തിന്, അതുകൊണ്ട് 1000 കണ്ണൻ എന്നാണ് പറയണത്. അങ്ങനെ സഹസ്രനയനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ണുകൾ എത്തുന്ന എത്രയോ ജീവജാലങ്ങളും മനുഷ്യരും മൃഗങ്ങളുമൊക്കെ ഉള്ളതായ ഈ ഭൂമിയിലേക്ക് തൻ്റെ സകല ശ്രദ്ധയും പതിക്കുന്ന എന്നുള്ള അർത്ഥത്തിലും സഹസ്രനയനൻ എന്ന് പറയാറുണ്ട്. സഹസ്രാക്ഷ സഹസ്രപാത് എന്ന ഭഗവാന്റെ, അതായത് വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ഒരു പേരായിട്ട്, ഭഗവാന്റെ പേരായിട്ട് നമ്മൾ കാണുന്നത് ശരീരമാസകലം കണ്ണുകളുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ കണ്ണുകളൊക്കെ ഭഗവാന്റെ കണ്ണുകളാണ്, അല്ലെങ്കിൽ നമ്മളിലൊക്കെ ഭഗവാന്റെ കണ്ണുകളുണ്ട് എന്നുള്ള അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇന്ദ്രനെ പോലെയുള്ള ദേവന്മാര്, സഹസ്രനയനാദിഷു ദേവേഷു, ഇന്ദ്രനെ പോലെയുള്ള ദേവന്മാര് വിപക്ഷേഷു അപി, വിപക്ഷന്മാരായി നിന്നിട്ട് പോലും. വിപക്ഷ എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷ, അതായത് തൻ്റെ പക്ഷത്തല്ല മറുപക്ഷത്താണ്, താൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്ന അവസ്ഥയിൽ നിന്നിട്ട് പോലും. ഇതൊരാളുടെ കാര്യമാണ് ഇവിടെ വർണ്ണിക്കാൻ പോണത്. അങ്ങനെ നിന്നിട്ട് പോലും കുശികാത്മജ ചണ്ഡാലം ത്രിശങ്കും സ്വർഗം അനയത്. കുശികാത്മജ, കുശികനന്ദനായിട്ടുള്ള, കുശികന്റെ പുത്രനായിട്ടുള്ള കൗശികൻ അഥവാ വിശ്വാമിത്രൻ എന്താണ് ചെയ്തത്? ചണ്ഡാളം ത്രിശങ്കും, ചണ്ഡാളനായി തീർന്ന ത്രിശങ്കുവിനെ സ്വർഗം അനയത്, സ്വർഗത്തിലേക്ക് നയിച്ചു, സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇവിടെ കഥ ഒന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഹരിശ്ചന്ദ്രന്റെ പിതാവായിരുന്നു ത്രിശങ്കു എന്ന് പറയുന്നുണ്ട്. ആ ത്രിശങ്കുവിനെ വസിഷ്ഠന്റെ പുത്രന്മാര് ചണ്ഡാളഭാവം ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു ദേഷ്യപ്പെട്ടിട്ട്. അപ്പോൾ ത്രിശങ്കു ഒരു ചണ്ഡാളനായി തീർന്നു. പക്ഷെ ത്രിശങ്കു നല്ല നല്ല കർമ്മങ്ങൾ, അതായത് പ്രത്യേകിച്ച് 100 യാഗം മറ്റോ ചെയ്തു. അത്രയും യാഗങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് സ്വർഗത്തില് ശരീരത്തോടു കൂടി പോവാൻ പറ്റേണ്ടതാണ് അങ്ങനെയുള്ള ഒരാൾക്ക്. അപ്പൊ അതുകൊണ്ട് ത്രിശങ്കുവിനെ സശരീരി ആയിട്ട് സ്വർഗത്തിലേക്ക് ആരാണ് പറഞ്ഞയച്ചത്? കുശികാത്മജ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ. ശരിക്കും വിശ്വാമിത്രൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. ബ്രാഹ്മണത്വം സ്വീകരിച്ച ആളാണ്, ബ്രാഹ്മണനായി തീർന്ന ആളാണ് പിന്നീട്. അങ്ങനെയുള്ള, പക്ഷെ ആ അർത്ഥമൊന്നും ഇവിടെ എടുക്കണില്ല. ഞാൻ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞപ്പോൾ ആ പേര് അല്ലെങ്കിൽ അത് ആ ആൾ ആരാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ക്ഷത്രിയനായിരുന്ന ഒരാള് ബ്രാഹ്മണനാവാൻ വേണ്ടി മോഹിച്ച് അങ്ങനെ ഋഷിയായതാണ്, ബ്രാഹ്മണനായി ഋഷിയായതാണ്. അതുകൊണ്ട് വിശ്വാമിത്രനെ വസിഷ്ഠൻ അംഗീകരിക്കില്ല. വസിഷ്ഠൻ ബ്രഹ്മർഷിയാണ് എന്നുള്ളത് കൊണ്ട്, വിശ്വാമിത്രൻ രാജർഷിയാണ് എന്നുള്ളത് കൊണ്ട് അവർ തമ്മിൽ ചെറിയ
സുഖല്യായകൾ, ചെറിയ തമ്മിത്തല്ലുകൂടലുകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്, വസിഷ്ഠരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുശികാത്മജനായിട്ടുള്ള വിശ്വാമിത്രൻ ഈ ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നും കഥകൾ പറയുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിലെത്തിയപ്പോൾ ഈ ഭൂമിയിലുള്ള ശരീരത്തോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ത്രിശങ്കുവിനെ ദേവന്മാരൊക്കെ താഴത്തേക്ക്, പ്രത്യേകിച്ച് ഇന്ദ്രനൊക്കെ കൂടി താഴത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. വിശ്വാമിത്രൻ ഇവിടെ നിന്ന് അങ്ങോട്ടും പറഞ്ഞു വിട്ടു. അതായത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ത്രിശങ്കുവിനെ തടയുകയും ചെയ്തു. അവസാനം ത്രിശങ്കുവിന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ മറ്റൊരു സ്വർഗം നിർമ്മിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. ആ സ്ഥലത്തിനെയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. അത് ഭൂമിക്കും യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിനും ഇടയിലുള്ളതായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ, മലയാള ഭാഷയിലൊക്കെ ധാരാളമായിട്ട് പ്രയോഗിക്കാറുണ്ട്. ത്രിശങ്കുവിൽപ്പെട്ടു, അല്ലെങ്കിൽ ത്രിശങ്കു സ്വർഗത്തിൽപ്പെട്ടു, ത്രിശങ്കു ലോകത്തിൽപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇവിടെ നിന്ന് വിടുകയും ചെയ്തു, ലക്ഷ്യസ്ഥാനത്ത് എത്തിയുമില്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു ഫ്രേസ് എന്ന് പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ത്രിശങ്കുവിൽ എന്നൊക്കെ പറയുന്നത്. ത്രിശങ്കുവിന്റെ സ്ഥാനത്തിനെയാണ് ത്രിശങ്കു സ്ഥാനം അല്ലെങ്കിൽ ത്രിശങ്കു എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ത്രിശങ്കുവിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്വർഗം ഉണ്ടാക്കിയവനാണ് ഈ ബ്രാഹ്മണനായിട്ടുള്ള വിശ്വാമിത്രൻ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അതാണ് ബ്രാഹ്മണന്റെ കഴിവ്. അപ്പോൾ ബ്രാഹ്മണന് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കഴിവിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. അത് ശ്രീകൃഷ്ണൻ അച്ഛനോട്, നന്ദഗോപുരോട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. ഇന്ദ്രാദി ദേവന്മാരെ പോലും വെല്ലുവിളിക്കാനുള്ള ശക്തി വിശ്വാമിത്രനുണ്ടായിരുന്നു, ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നത്. ഇനി ബ്രാഹ്മണരുടെ മറ്റു ചില ഗുണഗണങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ, 19ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ. അപര്യന്ത പ്രഭാവേന ബ്രാഹ്മണേന സുസംസ്കൃതാ ദേവതായേവ ജായന്തേ കാഷ്ഠപാഷാണമൃത്തികാ. ഇവിടെ പദച്ഛേദം ചെയ്യാനൊന്നുമില്ല, വാക്കുകളൊന്ന് വായിക്കാം. അപര്യന്ത പ്രഭാവേന ബ്രാഹ്മണേന സുസംസ്കൃതാ ദേവതാ ഏവ ജായന്തേ കാഷ്ഠപാഷാണ മൃത്തികാഹ. ഇവിടെ ബ്രാഹ്മണന്റെ മറ്റൊരു ഗുണം പറയാണ്. അപര്യന്ത പ്രഭാവേന ബ്രാഹ്മണേന. അപര്യന്ത പ്രഭാവ, പര്യന്തം എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ്, സീമ, അവധി എന്നൊക്കെ പറയും. ആ സീമയില്ലാത്ത, അതിർത്തിയില്ലാത്ത, അതായത് എത്ര കണ്ടുണ്ട് എന്ന് അളക്കാൻ പറ്റാത്ത, അതാണ് പറയാൻ കുറച്ചുകൂടി നല്ല വാക്ക്, അളവുകോലില്ലാത്ത, അപര്യന്ത പ്രഭാവേന, അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പ്രഭാവമുള്ളവനായ ബ്രാഹ്മണേന, ഒരു ബ്രാഹ്മണനാൽ, ഏതെങ്കിലും ഒരു ബ്രാഹ്മണനാൽ, ഇന്ന ആളെന്നൊന്നും പറയണില്ല, ഒരു ബ്രാഹ്മണനാൽ, സുസംസ്കൃതാഹ കാഷ്ഠപാഷാണമൃത്തികാഹ, നന്നായി സംസ്കരിക്കപ്പെട്ടതായ കാഷ്ഠപാഷാണ മൃത്തികാഹ. കാഷ്ഠം എന്ന് പറഞ്ഞാൽ മരം, പാഷാണം എന്ന് പറഞ്ഞാൽ കല്ല്, മൃത്തിക എന്ന് പറഞ്ഞാൽ മണ്ണ്. ഈ മൂന്നെണ്ണങ്ങളെയും പറഞ്ഞത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നിർമ്മിച്ചതായ പ്രതിമ, തത്കൃത പ്രതിമ ഇത്യർത്ഥ. അങ്ങനെ പറയണത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നാണെങ്കിൽ, മരം കൊണ്ട് അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിലൊക്കെ പ്രതിഷ്ഠ ഉണ്ടാക്കും, ദാരുവിഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ കരിങ്കല്ലിലോ ചെങ്കല്ലിലോ ഒക്കെ നിർമ്മിച്ചതായിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്, മണ്ണുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ അഥവാ പ്രതിമകൾ ആരായിത്തീരുന്നു? ദേവതാ ഏവ ജായന്തേ, ദേവതകളായിത്തീരുന്നു. ഇതൊക്കെ ശരിക്കും വെറുതെ പ്രതിമകളല്ലേ? പുറത്തു വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് വെറും പ്രതിമകളാണ്. പക്ഷെ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ആ പൂജകളൊക്കെ, വേണ്ട വിധം പൂജകളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും ആവാഹനങ്ങളും ഒക്കെ നടത്തിയതായിട്ടുള്ള പ്രതിമകൾ പിന്നീട് ദേവതകളായിത്തീരുന്നു. ആരാണ് ഇത്തരം പൂജകളും അതുപോലെ തന്നെ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ബ്രാഹ്മണരാണ്. അപ്പോൾ ബ്രാഹ്മണൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് മരം കൊണ്ടായാലും കല്ലുകൊണ്ടായാലും മണ്ണുകൊണ്ടായാലും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ ദേവതകളാക്കി മാറ്റുന്നു. അപ്പോൾ എത്രയധികം മാറ്റമാണ് ഒരു വിഗ്രഹത്തിന് വരണത്. മണ്ണല്ല, പിന്നെ ആ വിഗ്രഹത്തിൽ നമ്മൾ മണ്ണിനെ കാണില്ല,
മരത്തിനെ കാണില്ല, കല്ലിനെ കാണില്ല, ദേവനെ മാത്രമേ കാണുള്ളൂ. ആ ദേവനെ കാണാറാക്കുന്നത് ബ്രാഹ്മണന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെ എന്തായാലും വന്ദിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ ശ്രീകൃഷ്ണൻ അച്ഛനോട് പറയുന്നത്. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വിശ്വസിക്കാൻ തക്കവണ്ണം, അതായത് താൻ പറയണ വാക്യങ്ങൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്യങ്ങളാവണം പറയേണ്ടത്. അത്രയ്ക്ക് പ്രചോദിപ്പിക്കുന്നതായ വാക്കുകൾ. ഇതൊക്കെ കേട്ടാൽ പിന്നെ തീർച്ചയായിട്ടും വിശ്വാസിയായിട്ടുള്ള ഒരാൾ ബ്രാഹ്മണനെ പൂജിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് വളരെ കണക്കാക്കി കൃത്യമായ വളരെ ചെറിയ വാക്കുകളെ കൊണ്ട്, സംഭാഷണമാണ്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ, വളരെ കടുപ്പമൊന്നുമില്ലാത്ത വാക്കുകൾ, അതിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് കവി ആയാലും ശ്രീകൃഷ്ണനായാലും ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ നമുക്ക് രണ്ടും ഒന്നുകൂടി ചൊല്ലി നോക്കാം. വിപക്ഷേഷ്വപി ദേവേഷു സഹസ്രനയനാദിഷു ത്രിശങ്കുമനയത് സ്വർഗം ചണ്ഡാലം കുശികാത്മജ അപര്യന്ത പ്രഭാവേന ബ്രാഹ്മണേന സുസംസ്കൃതാ ദേവതായേവ ജായന്തേ കാഷ്ഠഭാഷാണമൃത്തിക. എത്ര വലിയ കഴിവാണ് ബ്രാഹ്മണനുള്ളത് എന്നുള്ളത് ഈ 2 ശ്ലോകങ്ങളെ കൊണ്ടും വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും 1-2 ശ്ലോകങ്ങളെ കൊണ്ടുകൂടി ബ്രാഹ്മണരുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചിട്ട് ബ്രാഹ്മണനെ പൂജിക്കാൻ, വന്ദിക്കാൻ അച്ഛ അങ്ങ് മറക്കരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.